വയനാട് മണ്ഡലത്തിൽ നിന്ന് റായ്ബറേലിയിലേക്ക് തട്ടകം മാറ്റുകയാണ് രാഹുൽ ഗാന്ധി. വയനാട് ഒഴിവാക്കി റായ്ബറേലി മണ്ഡലം നിലനിർത്താനാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത്. വയനാട്ടിൽ പകരം പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനും തീരുമാനമായി. 2019 വയനാട്ടിൽ അപ്രതീക്ഷിതമായാണ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തിയത്. അമേഠിയിൽ അപകടമണത്ത കോൺഗ്രസ് രാഹുലിന് ദക്ഷിണേന്ത്യയിൽ സുരക്ഷിത മണ്ഡലം തെരഞ്ഞു. ആ തെരച്ചിൽ എത്തിനിന്നത് വയനാട്ടിലായിരുന്നു. ഇക്കുറി 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ജയിച്ചു കയറിയത്. LDF സ്ഥാനാർത്ഥി ആനി രാജയെയും NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെയും പരാജയപ്പെടുത്തിയാണ് രണ്ടാം തവണയും മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി MP സ്ഥാനം നിലനിർത്തിയത്. ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം പലരും ഇങ്ങനെ ഊഹാപോഹങ്ങൾ നടത്തുകയാണ്. വയനാടാണോ റായ്ബറേലിയാണോ നിങ്ങൾ ആലോചിക്കുകയാണെന്നറിയാം. Everybody knows the answer to this question except myself. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷെ എനിക്ക് മാത്രം അറിയില്ല. You know, in politics everybody knows everything except the person who's doing it. നിങ്ങൾക്കറിയാം രാഷ്ട്രീയത്തിലെ എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ ആരാണോ തീരുമാനം എടുക്കേണ്ടത് ആ വ്യക്തിക്ക് മാത്രം അറിയില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാം. So don't worry. Both Raebareli and Wayanad will be very happy with my decision. രാഹുൽ ഗാന്ധിയുടെ എതിരാളിയായി മത്സരിച്ച ആനി രാജയ്ക്ക് 2,80,331 വോട്ടുകളാണ് ലഭിച്ചത്. അതേസമയം 1,39,677 വോട്ടുമായി കെ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യയൊരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.